ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളിപ്പോൾ എൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഈ പ്രഗ്നൻസി റിവീലാണ് ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്താ ഇതിന് മാത്രം പറയാനുള്ളത് എന്നൊരു ചോദ്യം ഇപ്പോൾ വീഡിയോ കാണുന്നവർക്കുണ്ടാവും. എനിക്ക് മാത്രമല്ല, ഇതുപോലെ എൻ്റെ സെയിം അനുഭവങ്ങളുള്ള ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയണമെന്നേ വിചാരിക്കുന്നുള്ളൂ. എൻ്റെ സെയിം അനുഭവങ്ങളുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ചെറിയൊരു ശ്രദ്ധക്കുറവും കുറച്ച് പ്രശ്നങ്ങളും കുറച്ചധികം സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുന്ന ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടൈമിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള സ്ട്രെസ്സൊക്കെ അവനവൻ്റെ ശ്രദ്ധക്കുറവ് കാരണം ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രഗ്നൻസി റിവീല് എല്ലാവരുടെയും പ്രഗ്നൻസി റിവീല് നടക്കുന്നത് പോലെ ഒരു യൂറിൻ ടെസ്റ്റ്, HCG ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് സർപ്രൈസ് ആയിട്ട് 2 ലൈൻ കാണുമ്പോൾ ഓടി വന്നിട്ട് വാവ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രഗ്നൻസി റിവീൽ അല്ലായിരുന്നു അത്. ആക്ച്വലി ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ പെട്ടെന്ന് ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പീരിയഡ്സ് തുടങ്ങിയ സമയം മുതൽ എനിക്ക് തോന്നുന്നു, ഞാൻ അതൊന്നും അധികം ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് എന്നാണോ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ മുതൽ ഇറഗുലർ മെൻസ്ട്രേഷൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടും ഇതിന് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ മാരേജ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2.5 ഇയറോളം കുട്ടികളൊന്നും ആവാതിരുന്ന സമയത്ത് ഇതെന്തായിരിക്കും ഇതിൻ്റെ റീസൺ, അത് മാത്രമല്ല ഇങ്ങനെ ഇറഗുലർ മെൻസ്ട്രേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി, നമ്മൾ പഠിച്ചു, കുറച്ച് അറിവൊക്കെ ഉണ്ട്. ആ സമയത്ത് എനിക്കൊരു സംശയം തോന്നി, ഇത് വല്ല PCODയോ തൈറോയിഡോ അങ്ങനെ എന്തെങ്കിലും ആണോ. അപ്പോൾ യൂഷ്വലി എൻ്റെ ഈ തൊണ്ടയുടെ ഭാഗത്തായിട്ട് എനിക്ക് ചെറിയൊരു വീക്കം പോലെ ഫീൽ ചെയ്തു തുടങ്ങി, ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷേ എപ്പം വേണമെങ്കിലും ഞാൻ മമ്മിയോട് ചോദിക്കുമ്പോൾ മമ്മി പറയാം, അത് നിനക്ക് ചെറുപ്പം മുതലേ ഉള്ള കാര്യമാണ്, അത് അതിനകത്ത് തൈറോയിഡ് ഒന്നും ആയിരിക്കില്ല, അങ്ങനെ പറഞ്ഞ് മമ്മിയും അതിനെ എന്താ പറയുക ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട്. പോയി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനും ഇതുവരെ സമയം എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് എന്താണ് പ്രഗ്നൻസി ഡിലേ ആവുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ കുറേ അധികം ടെസ്റ്റുകൾ എഴുതി തന്നു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ഒരു അൾട്രാസൗണ്ട് ചെയ്തു. അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, വളരെ സന്തോഷപൂർവ്വമായ ന്യൂസ് ഞാൻ അറിഞ്ഞു, എനിക്ക് PCOD ഉണ്ട് എന്ന്. അപ്പോൾ PCOD എന്ന് പറയുന്ന സംഭവം ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ ഓവറീസിൽ ചെറിയ ചെറിയ കുമിളകൾ പോലെ ഇങ്ങനെ രൂപപ്പെടുന്ന ഒരു സംഭവം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ PCOD ഉള്ളവർക്ക് ഉണ്ടാവുന്ന ഒരു സിംറ്റമാണ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ PCOD കാരണം കൊണ്ടായിരുന്നു എനിക്ക് ഈ മെൻസ്ട്രേഷൻ്റെ ഇറഗുലാരിറ്റീസ് ഉണ്ടായിരുന്നത്. പ്രോപ്പറായിട്ട് കറക്റ്റ് സമയത്തിന് ഡയഗ്നോസും ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുത്തിട്ടില്ല. പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്തപ്പോൾ മുതലാണ് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അതൊരു കാര്യം. പിന്നെ അതിനുശേഷം ബ്ലഡ് ടെസ്റ്റ് എഴുതി തന്നത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അതിനകത്ത് തൈറോയിഡ് പ്രൊഫൈൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ തൈറോയിഡ് പ്രൊഫൈൽ ചെയ്തു. പ്രൊഫൈൽ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി എനിക്ക് ഹൈപ്പോ തൈറോയിഡിസവും ഉണ്ട്. അതും ഭയങ്കര കൂടിയ അളവിൽ, ഇതുവരെ മെഡിക്കേഷൻ ഒന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഫസ്റ്റ് പ്രഗ്നൻസി ഇതൊക്കെ ഒന്ന് ഹോർമോൺസ് ഒക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്തതിന് ശേഷമേ ആവുള്ളൂ എന്നുള്ള സത്യം എനിക്ക് അന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുത്തു, തൈറോക്സിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് ഒരുമാതിരി കുറച്ച് നാളുകൾ ഇങ്ങനെ തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നു. തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഈ തൈറോയിഡും PCOD ഒക്കെ നമ്മളിപ്പോൾ അൺട്രീറ്റഡ് ആണ്, ഒരുപാട് കാലം അതിങ്ങനെ റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, അതായത് കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലായിരിക്കാം, അത് കാരണം ഡിലേ ആവുന്നതിന് കാരണം ഇതായിരിക്കാം, ഇതെങ്ങനെയെങ്കിലും കളയണം, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നല്ലപോലെ ഓവർ വെയിറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. ഈ തൈറോയിഡിൻ്റെയും PCODയുടെയും വേറൊരു സിംറ്റമാണ് ഈ ഓവർ വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് തടി വയ്ക്കും, വെയിറ്റ് ഗെയിൻ ചെയ്യും. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ തടിയും വെച്ചു, എനിക്ക് എന്താ പറയുക വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു.
അങ്ങനെ ഒരു ഡയറ്റീഷ്യൻ അഡ്വൈസ് ചെയ്തത് പ്രകാരം അവർ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ, ഓരോരുത്തരുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പറഞ്ഞു തന്നു. ആ ഡയറ്റ് അനുസരിച്ച് ഞാൻ കുറച്ച് നാൾ ഫോളോ ചെയ്തു. അങ്ങനെ കുറച്ച് നാളുകൾക്കുള്ളിൽ എൻ്റെ വെയിറ്റ് കുറച്ചായിട്ട് കുറഞ്ഞു വരാൻ തുടങ്ങി. അതുപോലെ തന്നെ തൈറോയിഡ് റെഗുലേറ്റ് ആവാൻ തുടങ്ങി. കംപ്ലീറ്റ്ലി നോർമലായി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, മെഡിസിൻ പ്രോപ്പറായിട്ട് എടുത്തു തുടങ്ങി. അതുപോലെ തന്നെ തൈറോയിഡ് കുറച്ച് ബാലൻസ് ആവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് അച്ചുകുട്ടനായി ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. പെട്ടെന്ന് തന്നെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഒരുപാട് പ്രാർത്ഥനയും നേർച്ചയും കഴിച്ചത് കാരണം കൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ പ്രഗ്നന്റ് ആയി. ഏകദേശം ഒരു 2.5 വർഷത്തിന് ശേഷമാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ അച്ചുകുട്ടൻ്റെതിന് എനിക്കറിയാം പ്രഗ്നന്റ് ആവാൻ വേണ്ടി ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നും എത്രത്തോളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ രണ്ടാമത്തെ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് നമുക്ക് വെറും സ്വപ്നം മാത്രമാണ്. പെട്ടെന്ന് ഒരിക്കലും നടക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മൾ എത്ര ട്രൈ ചെയ്താലും എത്ര പ്രെയർ ചെയ്താലും എല്ലാം ഈ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം അച്ചുകുട്ടൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് വീണ്ടും ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വന്നു തുടങ്ങി. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര കെയർലെസ് ആയ ഒരാളാണ്. എൻ്റെ ബോഡി ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര പുറകോട്ടാണ്. അപ്പം ഞാൻ പ്രോപ്പറായി ടെസ്റ്റ് ചെയ്തിട്ടില്ല, പ്രോപ്പർ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യം, ഞാൻ ഹോസ്പിറ്റലിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾ വിചാരിക്കണം. എന്നിട്ട് കൂടിയും ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഇറഗുലർ മെൻസ്ട്രേഷൻ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം എൻ്റെ വിചാരം PCOD കൂടിയും കുറഞ്ഞു അല്ലെങ്കിൽ തൈറോയിഡ് കൂടിയും കുറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഫലമാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഏകദേശം ഒരു ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് എനിക്ക് മെൻസ്ട്രേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറഗുലർ മെൻസ്ട്രേഷൻ മാത്രമല്ല, ചെറിയൊരു സ്പോട്ടിങ് പോലെ വരും. സ്പോട്ടിങ് വന്നു കഴിഞ്ഞാൽ അത് മെൻസ്ട്രേഷൻ ആണോ അല്ലയോ നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ 2 ദിവസം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അത് 3 ദിവസം ഉണ്ടാവും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് LMP കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഒരു ചുമ വരുന്നത്. അപ്പം ചുമ വന്ന് സാധാരണ ഇപ്പോൾ ഉള്ള കുറേ ആൾക്കാർ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാണ്, ചുമ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി കുറേ നാളത്തേക്ക് നമുക്ക് ചുമ തന്നെയാണ്, മാറുന്നില്ല. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ ആയി. അങ്ങനെ പോയി ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു നമുക്കൊരു എക്സ്റേ ചെയ്ത് നോക്കാം. ആ സമയത്ത് എക്സ്റേ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലുകളിൽ പോയി എക്സ്പീരിയൻസ് ഉള്ള പെൺകുട്ടികൾക്കറിയാം, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് അവർ ചോദിക്കും നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കും. നമ്മൾ പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ഓക്കെ LMP എപ്പോഴാണെന്ന് ചോദിക്കും. അങ്ങനെ സെയിം എൻ്റെ ഡോക്ടർ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്കിങ്ങനെ ഇറഗുലർ മെൻസ്ട്രേഷനോടാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്, അപ്പം നമുക്ക് ഡോക്ടേഴ്സുമായിട്ടും പരിചയമുണ്ട്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എനിക്ക് ഓൾറെഡി PCODയും തൈറോയിഡും ഒക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ മെൻസ്ട്രേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ, ഒരു ചാൻസും ഇല്ല, ആവാനായിട്ട് ഒരു ചാൻസും ഇല്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല, എക്സ്റേ എടുത്തേക്കാം, അതിനുവേണ്ടി ഇനി സമയം കളയണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്തു. പിന്നെ ഈ ചുമ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയും കൂടെ പോയി, 2 ആഴ്ചയും കൂടെ പോയി. ചുമ വേഴ്സ് ആവുന്നതല്ലാണ്ട് കുറയുന്നില്ല. അങ്ങനെ ഭയങ്കരമായ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കുറേയധികം ഇഷ്യൂസ് വന്നപ്പോൾ ഞാൻ വീണ്ടും ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ വീണ്ടും ഡോക്ടർ അഡ്വൈസ് ചെയ്തു ഒരു എക്സ്റേ കൂടെ ചെയ്തേക്കാം. അങ്ങനെ പോയി. രണ്ടാമത്തെ എക്സ്റേ ഇതേ ഡയലോഗ്സ് തന്നെയാണ്. ഫസ്റ്റ് എക്സ്റേ സമയത്ത് LMP ചോദിച്ചു പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചു. ആ സമയത്തെല്ലാം ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല, നിങ്ങൾ ധൈര്യമായിട്ട് നമുക്ക് എക്സ്റേക്ക് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഓൺ ഇൻട്രസ്റ്റ് എടുത്ത് എക്സ്റേക്ക് പോയി. രണ്ടാമത്തെ എക്സ്റേയും ചെയ്തു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ആ സമയത്തെല്ലാം എനിക്ക് ചെറിയൊരു ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അതായത് ഇങ്ങനെ വയറിങ്ങനെ ബ്ലോട്ടഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എനിക്ക് വോമിറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒരു സിംറ്റംസും വേറെ എനിക്കില്ല. നോസിയേറ്റഡ് ഫീലിംഗ് അങ്ങനെ ഒന്നുമില്ല. അതായത് ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു തോന്നലോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം എനിക്ക് തോന്നി ഇപ്പം ഡിസംബറിലാണല്ലോ ലാസ്റ്റ് മെൻസ്ട്രേഷൻ ആയത്. അപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഇപ്പം എനിക്ക് ആവുന്നില്ലല്ലോ, എന്തായാലും പറ്റില്ല, നമ്മുടെ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കറക്റ്റ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 16/4 അതായത് ഈ ഏപ്രിൽ മാസം 16th ഞാൻ നേരെ പോയി നമ്മുടെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു ഡോൺ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇങ്ങനെയാണ് പ്രശ്നം, എനിക്ക് മെൻസ്ട്രേഷൻ ആവുന്നില്ല, അതുപോലെ തന്നെ എനിക്ക് PCOD ഇഷ്യൂസ് ഉണ്ട്, തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഡോക്ടറിനോട് എൻ്റെ ഹിസ്റ്ററി മുഴുവൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്കൊരു ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ടിന് റെഡിയായി കിടന്നു.
ഡോക്ടർ അൾട്രാസൗണ്ട് ചെയ്ത ഉടനെ തന്നെ ഡോക്ടറും ഷോക്കായി, ഞാനും ഷോക്കായിട്ട് ഡോക്ടർ പറഞ്ഞു നോക്ക്, ഇത് സാക്ക് വരെ, ബേബിയുടെ സാക്ക് വരെ ഫോം ചെയ്തു, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ്സും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർക്കറിയാം, ഒരു 2 weeks, ഫസ്റ്റ് വീക്ക് 2 weeks, ഒരു 7 days ഒക്കെ കഴിയുമ്പോൾ മുതൽ, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് നാൾ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ പ്രഗ്നന്റ് ആണോ എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാവും. കുറേയധികം സിംറ്റംസ് ഉണ്ടാവും. മോർണിംഗ് സിക്നസ് എന്ന് നമ്മൾ പറയും, മോർണിംഗ് സിക്നസ് ഉണ്ടാവും. എനിക്ക് ഈ വക സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന് 100% വിശ്വസിച്ചിട്ടാണ് ഞാൻ പോയി ആ അൾട്രാസൗണ്ടിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഡോക്ടർ തന്നെ അൾട്രാസൗണ്ട് കാണിച്ച് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തത് ഇതാണ്, സാക്ക് ഉണ്ട്, ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാം ഡോക്ടറിനെ കേൾപ്പിച്ചു. അപ്പോൾ സന്തോഷമാണോ എക്സൈറ്റ്മെന്റ് ആണോ എന്താ ഉണ്ടായതെന്നൊന്നും എനിക്ക് അപ്പോഴും അറിയില്ല. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഡോക്ടർ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് നേരെ എഴുന്നേറ്റ് പുറത്ത് വന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ, അപ്പോൾ ഡോക്ടർ കുറച്ച് ഫോളിക് ആസിഡും കാര്യങ്ങളൊക്കെ എഴുതി തന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഡിഫസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നു, അങ്ങനെ ഒരു മെഡിസിൻ ഉണ്ട്. അപ്പോൾ ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷം ഞാൻ വന്ന് പ്രണവിനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രണവ് ഞാനിങ്ങനെ ഇതിങ്ങനെ പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പ്രണവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പ്രണവിനും അത്ഭുതം, അങ്ങനെയാണോ, നീയല്ലേ പറഞ്ഞത് നിനക്ക് അങ്ങനെ പ്രഗ്നൻ്റ് ആവാൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഭയങ്കരമായ സന്തോഷമാണ് കേട്ടോ. രണ്ടാമത് നമ്മൾ അച്ചുക്കുട്ടൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം അച്ചുക്കുട്ടന് 3 വയസ്സാവാറായി. അപ്പോഴത്തേക്കും എനിക്കും പ്രായം കൂടി വരുന്നു. അപ്പോൾ എന്തായാലും ഒരു സെക്കൻഡ് ബേബി വേണം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നടന്നതിൽ എനിക്ക് ആദ്യം എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ വന്ന് എൻ്റെ സീറ്റിൽ, ഒരു ഓഫീസിലെ സീറ്റിൽ വന്നിരുന്നപ്പോൾ പോലെ ഞാൻ ചിന്തിച്ചു തുടങ്ങി, അയ്യോ ഞാൻ എന്താ ചെയ്തത്. ബിക്കോസ് 2 എക്സ്റേ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു ഭയങ്കര കുറ്റബോധമായിട്ട് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ പറയില്ലേ, മുറിവൈദ്യൻ ആളെ കൊല്ലുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതേ അവസ്ഥ. കുറച്ച് അറിവുകൾ ഇതിനെക്കുറിച്ചുണ്ട്. എക്സ്റേ നല്ലതല്ല, എക്സ്പോഷർ ആവുന്നത് ബേബീസിന് നല്ലതല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഡോക്ടർ ആ സമയത്ത് അൾട്രാസൗണ്ട് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 weeks ആയി, 7 weeks + 3 days ആയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷനായി. എനിക്കാണെങ്കിൽ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, ഉടനെ തന്നെ ഞാൻ ടെൻഷൻ അടിക്കുന്ന ആളാണ്. അപ്പം ഞാൻ കുറേ ടെൻഷനായി എൻ്റെ മനസ്സിലിട്ട്. അപ്പോൾ എനിക്കത് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഞാൻ പ്രണവിൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും പ്രണവ് അത്ര അതൊന്നും ഇല്ല, ഒന്നും ഉണ്ടാവാനില്ല, അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ആരോടൊക്കെ പറഞ്ഞു, അവരൊക്കെ അതിനെ ലൈറ്റായിട്ട് കാണുക ചെയ്തത്. പക്ഷേ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ലാസ്റ്റ് സെക്കൻഡ് വിസിറ്റിന് പോയി. വീണ്ടും സെക്കൻഡ് വിസിറ്റിന് ഡോക്ടറെ കണ്ട സമയത്ത് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് തീരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാന്ന് കൺഫേം ആകുന്നതോടെ വരെ എനിക്ക് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഇത്രയും സംശയമുള്ള സ്ഥിതിക്ക് നമുക്ക് 2 ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് NT സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് പറഞ്ഞത് ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ രണ്ട് ടെസ്റ്റും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 100% ബേബീസിന് ഒരു അനോമലിയും ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഷ്യൂരിറ്റി തരുന്ന ഒരു ടെസ്റ്റ് അല്ല ഇത്. ഇതിൻ്റെ പെർസെൻറ്റേജസ് ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ തന്നെ പെർസെൻറ്റേജസ് ഒക്കെ വളരെ കുറച്ചാണ് കാണിക്കുന്നത്. അതായത് ഡൗൺ സിൻഡ്രോം ഉണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കൺജനൈറ്റൽ അനോമലീസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അന്ന് ഡോക്ടർ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, എക്സ്റേ എക്സ്പോഷർ ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്കിലല്ലേ ഇതായിട്ടുണ്ടാവുക, അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ സാധാരണ രീതിയിൽ ടെർമിനേഷൻ ആവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ആയിട്ടില്ലല്ലോ, നീ പേടിക്കണ്ട, അതിന് റിസ്ക് വളരെ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല എന്നൊക്കെ അവരൊക്കെ സമാധാനിപ്പിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. ഡോക്ടർ നിർബന്ധിച്ചെന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ടെൻഷൻ കണ്ടിട്ടായിരിക്കാം ഡോക്ടർ ഈ ടെസ്റ്റുകളൊക്കെ എഴുതി. ഞാൻ പോയി ടെസ്റ്റുകളൊക്കെ ചെയ്തു. ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് റിസ്ക് ഒന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ട് വന്നു. ഒരു ഹാഫ് സമാധാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറഗുലർ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ PCOD, ഹൈപ്പോ തൈറോയിഡിസം, ഇതൊക്കെ ഇപ്പോൾ സ്ത്രീകളിൽ കാണപ്പെടുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചില ആൾക്കാർ ഇത് ഡയഗ്നോസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് താമസിക്കും. ചില ആൾക്കാർ ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലും അതിനുള്ള സീരിയസ്നെസ് കൊടുക്കില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞവർ കുട്ടികൾ ഉണ്ടാവാത്തവരായിരിക്കാം, ഇതൊന്നും ശ്രദ്ധയില്ലാതെ ഇതിൻ്റെ എല്ലാം ട്രീറ്റ്മെൻറ്റ് ഡിലേ ആക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര ഡിലേ ആക്കുന്നോ അത്രത്തോളം സിറ്റുവേഷൻസ് വേഴ്സ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും.
നമ്മൾക്കറിയില്ല ഇതിൻ്റെ എല്ലാം എൻഡ് ഫലം എന്താ അല്ലെങ്കിൽ ഔട്ട്കം എന്താ ഉണ്ടാകുന്നത് അറിയില്ല. ഇത്രയും കെയർലെസ് ആയിട്ട് ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഞാൻ തന്നെ ഇത്രയും കെയർലെസ് ആണെങ്കിൽ സാധാരണ പെൺകുട്ടികൾ, ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്ത കുട്ടികൾ, എനിക്ക് എന്തെങ്കിലും ഇറഗുലർ മെൻസ്ട്രൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദയവേത് പോയി ഡോക്ടറെ കാണുക, ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ പറയുന്ന ഡയഗ്നോസിസും ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അങ്ങനെ എന്താ പറയുക, എൻ്റെ ആ ഒരു 3 months എന്നല്ല, ഒരു 4 months കുറേ അധികം ഈ ഒരു കെയർലെസ്നെസ് കാരണം കൊണ്ട് ഞാൻ ടെൻഷൻ അടിച്ചത് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല. അച്ചുക്കുട്ടൻ്റെ സമയത്ത് ഞാൻ ഈ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല. സാധാരണ നോർമൽ ടെസ്റ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ MT സ്കാനും ഡബിൾ മാർക്കറും ഒക്കെ നാട്ടിൽ ഇപ്പോൾ ഒത്തിരി ഗൈനക്കോളജിസ്റ്റുകൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ഈ ടെസ്റ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെൻ്റെ നിർബന്ധം കാരണം കൊണ്ട്, എൻ്റെ ടെൻഷൻ കാരണം കൊണ്ട് ഡോക്ടർ ചെയ്യിപ്പിച്ചതാണ്. പക്ഷേ ഇതും വീണ്ടും ഞാൻ പറയുന്നു, ഇത് 100% കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ളൊരു അഷ്വറൻസ് അല്ല. പക്ഷേ ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ നിന്ന ആളായിട്ട് കൂടിയും ഞാൻ ആ എക്സ്റേ 2 തവണ എക്സ്പോസ് ആയി എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നിലവിൽ ഇതുവരെ നമ്മൾ എന്താ പറയുക, മന്ത്ലി പോകുന്ന ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോർമലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അച്ചുക്കുട്ടന് വേറൊരു എന്താ പറയുക, ബേബി സിസ്റ്ററാണോ അല്ലെങ്കിൽ ബേബി ബ്രദറാണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ടെസ്റ്റിൻ്റെ സമയമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് കുറച്ച് ഇൻഫർമേഷൻസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഇൻഫർമേഷൻസും ഞാൻ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ പ്രഗ്നൻസി റിവീലിനേക്കഴിഞ്ഞും കൂടുതൽ ഈ PCOD, ഹൈപ്പോതൈറോയിഡിസം, ഈ 2 കാര്യങ്ങൾ, ഇതിൻ്റെ സിംറ്റംസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. പിന്നെ ആർക്കെങ്കിലും ഈ 2 ഡിസീസിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കറിയാവുന്നത് പോലെ, ഞാനൊരു ഡോക്ടറല്ല, ഞാനൊരു നേഴ്സ് എഡ്യൂക്കേറ്ററാണ്, എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ പ്രഗ്നൻസി എന്താ പറയുക, റിവീല് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയി നടന്നൊരു കാര്യമാണ്. സാധാരണ എല്ലാവർക്കും എന്താ പറയുക, യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന് കാണിച്ച് ഹസ്ബൻഡ്സിനെ കാണിച്ച് സർപ്രൈസ് ചെയ്യിപ്പിക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നില്ല എനിക്ക്. ഞാൻ സഡൻ ഷോക്കിംഗ് ന്യൂസ് ആണ് പ്രണവിന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം ഈ HCG ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടേ ഇല്ല. അല്ലാതെ തന്നെ എനിക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലായി ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. ബാക്കിയുള്ളതെല്ലാം USG ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. അതൊന്നും വലിയ ദൈവ അനുഗ്രഹത്താൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയും വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ തീർച്ചയായിട്ടും എനിക്ക് ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾ തരിക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ. എൻ്റെ പ്രഗ്നൻസി വിശേഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ കുറച്ച് വീഡിയോസ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ബോർ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സോറി. ഓക്കെ, ബൈ.